സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ 5 ദിവസത്തെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. ഔദ്യോഗിക പദവികളെക്കുറിച്ചോ മറ്റ് പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ചോ കസ്റ്റഡി അപേക്ഷയിൽ പറയാത്തതിൽ കോടതി കസ്റ്റംസിനെ രൂക്ഷമായി വിമർശിച്ചു. 11-ാം മണിക്കൂറിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെളിവാണ് ലഭിച്ചതെന്ന് കോടതി ചോദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് കസ്റ്റംസ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ ശിവശങ്കറിന്റെ അഭിഭാഷകൻ എതിർത്തു. സർക്കാരിന്റെ ഉന്നത പദവിയിലിരുന്ന ആളായതുകൊണ്ട് ഗൂഢ ഉദ്ദേശത്തോടെയാണ് ശിവശങ്കറിനെ പ്രതി ചേർത്തതെന്നും അഭിഭാഷകൻ ആരോപിച്ചു. ഈ ഘട്ടത്തിലാണ് കോടതി കസ്റ്റംസിനെ രൂക്ഷമായി വിമർശിച്ചത്. കസ്റ്റംസ് സമർപ്പിച്ച ഒരു രേഖയിലും ശിവശങ്കറിന്റെ ഔദ്യോഗിക പദവികളെക്കുറിച്ച് പറയുന്നില്ല. ശിവശങ്കറിനെ കസ്റ്റംസിന് പേടിയുള്ളതുകൊണ്ടാണോ ഇത്? 11-ാം മണിക്കൂറിൽ എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും കോടതി ചോദിച്ചു. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് 5 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നും മുൻ IT സെക്രട്ടറി എന്നും വിധിയിൽ രേഖപ്പെടുത്തി. ഉന്നത പദവി വഹിക്കുന്നവർ നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയെന്നത് അതീവ ഗൗരവമുള്ളതാണെന്നും കേട്ടുകേൾവിയില്ലാത്തതാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കള്ളക്കടത്തിനായി അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്നും തെളിയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് കസ്റ്റഡി അനുവദിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് വീണ്ടും നോട്ടീസ്. വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ രവീന്ദ്രന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്ന് അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ശിവശങ്കറിന് പുറമെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് PS രവീന്ദ്രൻ വിളിക്കാറുണ്ടായിരുന്നു എന്നാണ് സ്വപ്നയുടെ മൊഴി. വിസ സ്റ്റാമ്പിങ്ങിനും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുമായാണ് വിളിച്ചത്. സ്വപ്നയുടെ ഫോൺ പരിശോധിച്ചിൽ CM രവീന്ദ്രന്റെ നമ്പറിൽ നിന്നും വിളികൾ വരുന്നതായും ED കണ്ടെത്തിയിട്ടുണ്ട്. വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായി കരാറുണ്ടാക്കിയിരുന്ന UAFX സ്ഥാപന ഉടമ അബ്ദുൾ ലത്തീഫ് വിനീഷ് കോടിയേരിയുടെ ബിനാമിയാണെന്നാണ് ബംഗളൂരു EDയുടെ ആരോപണം. ലത്തീഫിന്റെ കമ്പനിക്ക് വിസ സ്റ്റാമ്പിംഗ് സംബന്ധിച്ച് കരാർ നൽകിയപ്പോൾ കോൺസുൽ ജനറലിനും സ്വപ്നയ്ക്കും വൻതുക കമ്മീഷൻ ലഭിച്ചതായും മൊഴികളുണ്ട്. ലൈഫ് മിഷനിലെ ശിവശങ്കറിന്റെ ഇടപാടടക്കമുള്ള കാര്യങ്ങൾ രവീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നും ED സംശയിക്കുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന രണ്ടാമത്തെയാളാണ് രവീന്ദ്രൻ. നേരത്തെ പലതവണ ED ചോദ്യം ചെയ്ത ശേഷമാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും CAGക്കും എതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധ സമരം ഇന്ന്. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുവെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. കിബിക്കെതിരെയുള്ള CAG ഓഡിറ്റ് പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണി സമരത്തിന് ആഹ്വാനം ചെയ്തത്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നാളെ വിധി പറയും. ഇബ്രാഹിം കുഞ്ഞിനെ ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ പിൻവലിച്ചു. ആശുപത്രിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ആശുപത്രി മാറ്റത്തിൽ നിന്ന് വിജിലൻസ് പിൻവാങ്ങിയത്. അസ്ഥികളിൽ അർബുദം ബാധിച്ച ഇബ്രാഹിം കുഞ്ഞിന് ലേക്ക് ഷോറിലേതിന് സമാനമായ ചികിത്സ നൽകാൻ എറണാകുളത്തെ സർക്കാർ ആശുപത്രികളിൽ സൗകര്യമില്ലെന്നും ചികിത്സയിലുള്ള ആശുപത്രിയിൽ നിന്ന് മാറ്റരുതെന്നുമാണ് മെഡിക്കൽ ബോർഡ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ഇതോടെ ഈ ആശുപത്രിയിൽ വെച്ച് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടു. കേസിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ വന്ന കണക്കിൽപ്പെടാത്ത 10 കോടിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് കസ്റ്റഡി അപേക്ഷയിലുള്ള വാദത്തിനിടെ ആവശ്യപ്പെട്ടു. ഇതിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പണം പാലം പണിക്ക് ഒത്താശ ചെയ്തതിനുള്ള പ്രതിഫലമാണെന്നും ഇബ്രാഹിം കുഞ്ഞിന് ഇതിൽ പങ്കുള്ളതായി സംശയമുണ്ടെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. 10 കോടിക്ക് ആദായ നികുതി പിഴ അടച്ചതുകൊണ്ട് അഴിമതി പണം അല്ലാതാകുന്നില്ലെന്നും കരാറുകാർക്ക് പണിയിൽ ലാഭമുണ്ടായതായും അഴിമതി നിരോധന വകുപ്പ് നിലനിൽക്കുമെന്നും വിജിലൻസ് വാദിച്ചു. അതേസമയം അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സാമ്പത്തിക ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും പിടിച്ചെടുത്ത ആദായ നികുതി രേഖകൾ നിയമപ്രകാരമുള്ളതാണെന്നും ഇബ്രാഹിം കുഞ്ഞിന്റെ അഭിഭാഷകൻ വാദിച്ചു. കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും നാളെ കോടതി വിധി പറയും.
കേസിലെ 13-ാം പ്രതി ബി നാഗേഷിന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ന്യൂസ് 18 കൊച്ചി. വികസനത്തിന് മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് അല്ലല്ലോ പണം കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ കൊള്ള പുറത്തു വരുമ്പോൾ അട്ടിമറിയെന്ന് പറഞ്ഞൊഴിയുകയാണ് സർക്കാർ. പ്രതിപക്ഷ എംഎൽഎമാരുടെ മണ്ഡലങ്ങളോട് കടുത്ത അവഗണനയാണ് സർക്കാർ കാണിക്കുന്നതെന്നും പദ്ധതികളെല്ലാം കടലാസിലാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. സർക്കാരിനെ ജനങ്ങൾ അട്ടിമറിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ലല്ലോ ചെലവഴിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും ചെലവഴിക്കണം. സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിൽ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ മണ്ഡലത്തിൽ ഒന്നും നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ കടൽഭിത്തിക്ക് വേണ്ടി കുറച്ച് പൈസ തന്നു, ഒരു സ്കൂൾ കെട്ടിടം, ഇതല്ലാതെ ഒന്നുമില്ല. ഇതാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, സർക്കാരിൻ്റെ പദ്ധതിയല്ലേ. ആ പദ്ധതി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കണം. അതാണ് സാമാന്യ മര്യാദ. സർക്കാരിൻ്റെ കൊള്ളകൾ പുറത്തു കൊണ്ടുവരുന്നു. അത് പുറത്തു കൊണ്ടുവരുമ്പോൾ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനാണെന്നാണ് പറയുന്നത്. ആരട്ടിമറിക്കാനാണ് ഈ ഗവൺമെൻറ്റിനെ? ഇനി ആകെ 6 മാസമാണുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ അട്ടിമറിക്കും തെരഞ്ഞെടുപ്പിലൂടെ. കിബി ഇടപാടിൽ മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കിബിയിൽ അഴിമതി കണ്ടുപിടിക്കുമെന്ന വേവലാതിയാണ് മുഖ്യമന്ത്രിക്ക്. CAG റിപ്പോർട്ട് ചോർന്നത് മാത്രം മതി സർക്കാരിനെ പിരിച്ചുവിടാൻ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം തടസ്സം നിൽക്കുന്നു. മനസാക്ഷിയില്ലാത്ത ന്യായമാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. താങ്കൾക്ക് മനസാക്ഷിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഇത്തരം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കരുത്. 50,000 കോടി രൂപയാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനത്തിന് നിതിൻ ഗഡ്കരി തന്നെ തന്നത് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഇപ്പോൾ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞത്. ഏത് കാര്യത്തിനാണ് കേരളത്തെ കേന്ദ്രം അവഗണിച്ചത്? UPA ഗവൺമെൻറ്റുമായി താരതമ്യം ചെയ്താൽ ഏത് കാര്യത്തിനാണ് കേന്ദ്രം കേരളത്തെ അവഗണിച്ചത് എന്ന് വസ്തുതാപരമായിട്ട് പറയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാവുമോ? പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് പുറത്തിറക്കി മണിക്കൂറുകൾക്കകം പിൻവലിക്കേണ്ട നാണക്കേടിൽ സർക്കാരിനെ എത്തിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ ജാഗ്രത കുറവ്. പോലീസ് ഉപദേശകനായ രമൺ ശ്രീവാസ്തവയുടെ നോട്ടപ്പിശകാണ് കുഴപ്പമായതെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഓർഡിനൻസ് പിൻവലിക്കുന്നത്. അതേസമയം ഭേദഗതി ഓർഡിനൻസ് പിൻവലിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഉപദേശകരുടെ തെറ്റായ ഉപദേശങ്ങളാണ് സർക്കാരിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിച്ചിട്ടുള്ളത്. പോലീസ് ആക്ടിലും സംഭവിച്ചത് അതുതന്നെ. ഒരു ADGP തയ്യാറാക്കിയ കരട് ഭേദഗതി ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് കൗൾ കണ്ട ശേഷമാണ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിന്നുള്ള ഫയലായതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിലും കാര്യമായ ചർച്ചയുണ്ടായില്ല. എന്നാൽ പോലീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ പതിവ് പോലെ പരിശോധിച്ചു. ഓർഡിനൻസിലെ അപകടം തിരിച്ചറിയാനും മുഖ്യമന്ത്രിയെ അറിയിക്കാനും ശ്രീവാസ്തവയ്ക്ക് കഴിഞ്ഞില്ല. ഈ വീഴ്ച മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. നേരത്തെ IPSകാർക്ക് മജിസ്റ്റീരിയൽ അധികാരം നൽകാൻ ഉദ്ദേശിച്ചുള്ള കമ്മീഷണറേറ്റ് രൂപീകരണ തീരുമാനവും സർക്കാരിന് തിരുത്തേണ്ടി വന്നിരുന്നു. പോലീസിന് അമിത അധികാരം നൽകുന്നതിലെ അപകടം ചൂണ്ടിക്കാട്ടി CPI ഉയർത്തിയ എതിർപ്പാണ് അന്ന് സർക്കാരിനെ പിന്തിരിപ്പിച്ചത്. പോലീസ് ഉന്നതരുടെ ഉപദേശമാണ് മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ തീരുമാനമെടുക്കുന്നതിലും പിന്നീട് തിരുത്തുന്നതിലും പിണറായി വിജയനെ എത്തിച്ചതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൊബൈൽ ഫോൺ അടക്കം കണ്ടെടുത്തേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 4 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. KB ബൈജു ചേരുന്നു. ബൈജു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജോയി, ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ പ്രദീപ് കുമാറിനെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. 6 ദിവസമായിരുന്നു ഇത്തരത്തിൽ പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും 4 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു. ഈ പ്രതിയെ കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും വരും ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ഇതിൽ കേസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇത് കണ്ടെത്തേണ്ടതെന്നുമായിരുന്നു പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ വാദം. അത് എന്തായാലും കോടതി അംഗീകരിച്ച് 4 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടത്. ഇന്നലെ പുലർച്ചെയായിരുന്നു പ്രദീപിനെ കൊട്ടാരക്കരയിൽ നിന്നും പത്രാപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തതും ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഈ പ്രദീപിന്റെ ജാമ്യ ഹർജി 30-ന് പരിഗണിക്കും. ജോയി, വിവരങ്ങൾ നൽകിയത് KB ബൈജു. വടകരയിൽ UDF RMP ധാരണയ്ക്ക് വിരുദ്ധമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് ചിഹ്നം അനുവദിച്ചതിൽ KPCC അധ്യക്ഷനെതിരെ തുറന്നടിച്ച് K മുരളീധരൻ MP. മുല്ലപ്പള്ളിക്ക് വോട്ടുള്ള വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെങ്കിൽ അത് സീറ്റ് വിഭജന സമയത്ത് തീരുമാനിക്കണമായിരുന്നു. 2 തവണ മുല്ലപ്പള്ളി വടകരയിൽ ജയിച്ചത് RMPയുടെ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ടും കൂടിയാണെന്നും
മുരളീധരൻ പറഞ്ഞു. വടകര ബ്ലോക്ക് കല്ലാമല ഡിവിഷനിൽ മുന്നണി ധാരണ ലംഘിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിച്ചതോടെയാണ് ഭിന്നത മറനീക്കിയത്. ആർഎംപിക്ക് നൽകിയ സീറ്റിൽ ധാരണ ലംഘിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അനുവദിച്ചത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. ആർഎംപിയുടെ 2 സിറ്റിംഗ് സീറ്റുകൾ വാങ്ങിയാണ് പകരം കല്ലാമല നൽകിയത്. മുല്ലപ്പള്ളിക്ക് വോട്ടുള്ള വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെങ്കിൽ അത് സീറ്റ് വിഭജന സമയത്ത് പറയണമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. KPC പ്രസിഡൻ്റാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ കല്ലാമല സീറ്റ് വിട്ടുകൊടുത്തത്? എന്തിനാണ് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ മാന്യത കാണിക്കണം. അവിടെ ഒരാൾ റിവലായിട്ട് കൊടുത്തു, ആരും അറിയുന്നില്ല. CPM-ന്റെ കോട്ടയായിരുന്ന വടകരയിൽ 2 തവണ മുല്ലപ്പള്ളിയും പിന്നീട് താനും ജയിച്ചത് RMPയുടെ സഹായം കൊണ്ടാണെന്ന് മുരളീധരൻ മുല്ലപ്പള്ളി ഓർമ്മിപ്പിച്ചു. വടകരയിൽ RMP ഉദയം കൊണ്ടതിന് ശേഷമാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ പാർലമെന്റിൽ വിജയിക്കാൻ തുടങ്ങി. എന്നാൽ കെ മുരളീധരന്റെ വിയോജിപ്പുകളോട് പ്രതികരിക്കാൻ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ഈ മുരളിയുടെ ചോദ്യത്തിന് മറുപടി വ്യാഖ്യാനിച്ചൂടെ? മുരളിക്ക് മറുപടി ഇല്ലെന്ന് വ്യാഖ്യാനിച്ചൂടെ? മുല്ലപ്പള്ളിയുടെ പിന്തുണയോടെയാണ് കല്ലാമലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നണി ധാരണയ്ക്ക് വിരുദ്ധമായി മത്സരിക്കുന്നതെന്ന പരാതി RMPക്കും ലീഗിനുമുണ്ട്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നുണ്ടായിരുന്നെങ്കിലും സംസ്ഥാന നേതാക്കൾ ആരും ഇക്കാര്യം പരസ്യമാക്കിയിരുന്നില്ല. കേവലം ഒരു ബ്ലോക്ക് ഡിവിഷനിലെ പ്രശ്നം മാത്രമായി തന്റെ വാക്കുകളെ ചുരുക്കിക്കാണേണ്ടെന്ന് കെ മുരളീധരൻ തന്നെ പറയുമ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാന കോൺഗ്രസിലെ ഭിന്നതകൾ തന്നെയാണ്. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ കടുത്ത ആശങ്ക വിതച്ച് നിവാർ ചുഴലിക്കാറ്റ് തീരത്തോടടുക്കുന്നു. ചെന്നൈ അടക്കം തമിഴ്നാട്ടിൽ നിരവധിയിടങ്ങളിൽ അതിതീവ്ര മഴ തുടങ്ങി. ചെന്നൈയിൽ റോഡ്, റെയിൽ, വ്യോമഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചെമ്പരാപ്പക്കം റിസർവോയിൽ തടാകം തുറന്നു. 100 കണക്കിന് പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. രാത്രി 8 മണിയോടെ നിവാർ ചുഴലിക്കാറ്റ് തീരം തൊടും. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ആഷ്ലി പി ജോയ് ചേരുന്നു. ആഷ്ലി, കനത്ത മഴയാണിപ്പോൾ ചെന്നൈയിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം. എന്താണ് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഈ നിവാർ തീരം തൊടുമെന്ന വിശദാംശമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നിവർ സൈക്ലോൺ വലിയൊരു ചാലഞ്ചായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയൊരു കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റൻസീവായ റെയിൻഫോൾ ഉണ്ട്. ഈ ഇന്റൻസീവ് റെയിൻഫോളിന്റെ ഇടയ്ക്കിടയ്ക്കിലാണ് ഈ കാറ്റ് വീശുന്നത്. എന്നാലും തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വിഷ്വൽസ് കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു വലിയ മഴയ്ക്കായിട്ടുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലൗഡ്സ് നമുക്ക് കാണിക്കുന്നത്. വലിയ വലിയ കെട്ടിടങ്ങൾ നിറഞ്ഞ ഈ ചെന്നൈ മഹാനഗരത്തിലെ ബിൽഡിംഗ്സ് ഇപ്പോൾ വലിയ ഈ ബ്ലാക്കി ആയിട്ടുള്ള ഈ ക്ലൗഡ്സ്, ഈ ഗ്ലൂമി ക്ലൗഡ്സ് വന്നിട്ട് ഫുൾ സറൗണ്ടഡ് ആണ്. അതുകൊണ്ട് ഒരു ഇന്റൻസീവ് റെയിൻഫോൾ നെക്സ്റ്റ് 48 hours ഉണ്ടാവും. ഈ ചെന്നൈ സിറ്റിയിലെ ഏറ്റവും മഴ അധികമായിട്ടുള്ള ഒരു സ്ഥലമാണ് നുങ്കമ്പാക്കം. ഇന്നലെയും ശരി ഇന്നും ശരി ചെന്നൈയുടെ ഏറ്റവും കൂടുതൽ സെന്റിമീറ്റർ മഴ പെയ്തത് ഇവിടെയാണ്. 21 സെന്റിമീറ്റർ മഴ ഇവിടെ മാത്രം പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 48 hours ഇതുപോലെ ഇന്റൻസീവായ റെയിൻഫോൾ ഉണ്ടായിരിക്കുമെന്ന് ഓൾറെഡി നമുക്ക് പ്രഡിക്ഷൻസ് ഉണ്ട്. എന്നാലും തന്നെ ഈ മുഖ്യ കണക്റ്റഡ് റോഡുകൾ ഉള്ളടക്കിയ ഈ നുങ്കമ്പാക്കം സെൻട്രൽ പാർട്ടിൽ ഇതുവരെ വെള്ളം തോർന്നിട്ടില്ല. വെള്ളം തുടർന്ന് ഈ റെയിൻഫോൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ റെയിൻഫോൾ ആണ്. തീർച്ചയായിട്ടും അത് ഇതുവരെ നിന്നിട്ടില്ല. ഇനി അടുത്ത നെക്സ്റ്റ് 48 hours ആ വെള്ളം നിൽക്കാൻ പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒഫീഷ്യൽസിന്റെ റൗണ്ട്സും ഉണ്ട്. വീടുകളിൽ നിന്ന് ആരും പുറത്തുവരുത് എന്നുള്ള ഒരു അനൗൺസ്മെന്റും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് 200 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. 5 കിലോമീറ്റർ സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ 7 കിലോമീറ്റർ സ്പീഡായി. എന്തായാലും കാരക്കാൽ, പോണ്ടിച്ചേരിയിലാണ് ഇത് കര കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റെയിൻഫോൾ ഇനിയും കൂടുതലായിരിക്കും. അത് പിന്നെ തുടരാൻ പോകുന്നുള്ള വഴി എന്ന് പറയുന്നത് വിഴുപ്പുരം, കള്ളക്കുറിച്ചി എന്നുള്ള സ്ഥലങ്ങളാണ്. അവിടെയും നാഷണൽ ഡിസാസ്റ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതുവരെ 20,000-നും അധികമായിട്ടുള്ള ഒരു ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതുവരെ 137 ക്യാമ്പുകൾ ഇതുവരെ ഇപ്പോൾ തമിഴ്നാട് അതിന്റെ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരും പുറത്തു വരരുത് എന്നുള്ള കാര്യവും വളരെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാം, വളരെ ഒരു വലിയ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാറ്റിനും മഴയ്ക്കും ഒരു റെസ്റ്റ് ഇല്ല എന്നുള്ള സ്ഥിതിക്കാണ് കാറ്റ് വളരെ സ്പീഡായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് പല റെയിൻഫോളുകളും ഇനിയും വരാനുണ്ട്. ഇത് എന്തായാലും ഇന്നലെ രാത്രി തുടങ്ങി നാളെ കാലത്ത് വരെ ഇത് കരകടക്കും. പുതുച്ചേരിയിൽ നിന്നും രേവതി രാജീവനും ഇപ്പോൾ ചേരുന്നുണ്ട്. രേവതി, പുതുച്ചേരിയിലും കനത്ത മഴ തുടരുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സൈക്ലോൺ നിവാർ ഇന്ന് രാത്രിയോടുകൂടി തന്നെ കരയ്ക്കൽ മാമല്ലപുരം കോസ്റ്റിൽ ലാൻഡ്ഫോൾ വരാനിരിക്കെ അതിശക്തമായ മഴയാണ് പുതുച്ചേരിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി സൈക്ലോണിന്റെ ലാൻഡ്ഫോളോടുകൂടി
120 മുതൽ 130 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ കാറ്റ് വീശാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. NDRF, SDRF ടീമുകൾ സ്ഥലത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇതിനു വേണ്ട നടപടികൾ, അതായത് സൈക്ലോൺ കൊണ്ടുണ്ടാവുന്ന നഷ്ടത്തിന്, ഡാമേജസിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. കോസ്റ്റ് ലൈനിൽ താമസിക്കുന്ന, ലോ ലൈയിങ് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 80 റിലീഫ് കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പുതുച്ചേരിയിലുള്ളത്. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ബാക്കി സ്ഥലങ്ങളിൽ, അതായത് കോസ്റ്റ് ലൈൻ, റൂറൽ ഏരിയാസ്, വീട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രീസ് അപ്രൂട്ട് ചെയ്യപ്പെടുകയും പവർ ലൈൻസ് ഡിസ്ട്രപ്റ്റ് ചെയ്യുകയും സാധ്യതകളുള്ളതിനാൽ ഇതിനു വേണ്ട നടപടികളും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സൈക്ലോൺ ലാൻഡ്ഫോൾ നടക്കാനിരിക്കുന്നതിന് പല മണിക്കൂറുകൾക്ക് മുമ്പേ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ മഴ തന്നെയാണ് പുതുച്ചേരിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിവാർ ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുകയാണ്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും കനത്ത മഴ തുടരുകയാണ്. വിശദാംശങ്ങളാണ് ചെന്നൈയിൽ നിന്ന് ആഷ്ലി പി ജോയും പുതുച്ചേരിയിൽ നിന്ന് രേവതി രാജീവനും നൽകിയത്. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി അടച്ചിട്ട സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ സർക്കാർ തുടങ്ങി. ഡിസംബർ 17 മുതൽ 50% അധ്യാപകർ സ്കൂളിൽ ഹാജരാകണം. SSLC, +2 ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ സ്കൂളിൽ എത്തണമെന്നാണ് നിർദ്ദേശം. ജനുവരി 15-ന് SSLCയുടെയും ജനുവരി 30-ന് +2-ന്റെയും ഡിജിറ്റൽ ക്ലാസുകൾ പൂർത്തീകരിക്കണം. സ്കൂൾ തുറക്കുമ്പോൾ ഡിജിറ്റൽ പഠനത്തെ ആസ്പദമാക്കി റിവിഷൻ ക്ലാസുകളാകും ആദ്യം നടക്കുക. വിവിധ നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക്. തൊഴിൽ കോഡ് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനം 200 ആക്കുക, വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. രാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന പണിമുടക്ക് നാളെ അർദ്ധരാത്രി 12 മണിക്ക് അവസാനിക്കും. കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് കർഷക സംഘടനകളുടെ ദില്ലി ചലോ മാർച്ചിനും നാളെ തുടക്കമാകും. മുതിർന്ന കോൺഗ്രസ് നേതാവും AICC ട്രഷററുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. കോവിഡിനെ തുടർന്ന് ആരോഗ്യനില മോശമായ അഹമ്മദ് പട്ടേൽ ഇന്ന് പുലർച്ചെ 3:30-നാണ് അന്തരിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഈ മാസം 15 മുതൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അഹമ്മദ് പട്ടേൽ. പട്ടേലിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പകരം വയ്ക്കാനില്ലാത്ത സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് സോണിയാഗാന്ധി അനുസ്മരിച്ചു. കോൺഗ്രസിന്റെ നെടും തൂണായിരുന്നു അഹമ്മദ് പട്ടേൽ എന്നായിരുന്നു രാഹുലിന്റെ അനുശോചനം. മൃതദേഹം ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകും. ബറൂച്ചിലെ പിരാമൽ ഗ്രാമത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട അനുബന്ധ കുറ്റപത്രത്തിൽ JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും എതിരെ ഗുരുതര ആരോപണങ്ങൾ. തീവ്ര മുസ്ലിം സംഘടനകളെയും അതിതീവ്ര ഇടത് അരാജകവാദികളെയും കൂട്ടുപിടിച്ച് ഉമർ ഖാലിദ് ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇന്ത്യയിലെ 100 കണക്കിന് നഗരങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് കക്കൂസ് മാലിന്യ സംസ്കരണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മുതൽ ശാസ്ത്രീയ സംസ്കരണ സംവിധാനത്തിന്റെ അപര്യാപ്തത വരെ പ്രശ്നങ്ങൾ പലതാണ്. ഇവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വാർഗൽ മാതൃകയാകുന്നത്. In olden days, there were no bathrooms here. This is how we came up with a city sanitation model, a model that cuts across every aspect of sanitation value chain. The next step that Warangal did, and this is applicable for any city for that matter, is to identify locations where these facilities are needed, and that's where we need certain amount of research. We need to understand the footfall data, and that's what we did. We went through a completely different model vis-a-vis many other cities. We used to go for public-private partnership format. अपाहिज लोग रहते हैं, उनके लिए रैंप डाला है और सेपरेट लेडीज़ के लिए एंट्रेंस है, सोप और हैंड वॉश, डस्टबिन और नैपकिन्स, ऐसा बहुत कुछ अच्छा सुविधा किया है. Now, anywhere we can go, there are bathrooms there. Having made available public toilets, the big challenge was to make
individual household toilets available in a seamless way. Number that was initiated by the municipality earlier, but people are not aware of it. So what ASCII with the support of municipality has done is we have carried out a campaign on the number, so the citizen, any citizen doesn't have a toilet can make a call. Citizens have to build either septic tanks or leach pits. These containments have to be well designed in order to ensure that the containment do not cause pollution in the neighborhood. In one zone, a fecal sludge treatment plant is conceptualized, which is based on the biological treatment and leading to clean water as well as fertilizer production. The other plant, which is coming in the other half of the city, is based on biomethanation, which is treating both municipal solid waste as well as the fecal waste. And this biomethanation has a commercial value, and that's why the city chose to opt for public-private partnership. പുഴയിൽ പിങ്ക് വസന്തം തീർത്ത് മുള്ളൻ പായലുകൾ. കോഴിക്കോട് ആവളപ്പാണ്ടിയിലാണ് സഞ്ചാരികൾക്ക് ദൃശ്യ വിരുന്നൊരുക്കുന്ന ഈ മനോഹര കാഴ്ച. എന്നാൽ കാഴ്ച നല്ലതാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറെയാണെന്ന് സസ്യശാസ്ത്രജ്ഞർ പറയുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇത് അറിയപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് പൂവിടാറുണ്ടെങ്കിലും ഇക്കുറി പുഴ നിറയെ പൂക്കൾ നിറഞ്ഞപ്പോൾ സംഭവം ജോറായി. രാവിലെ 11 മണിയോടെ പുഷ്പങ്ങൾ പൂർണ്ണസ്ഥിതിയിലെത്തും. 4 മണിയോടെ വിരിഞ്ഞ പൂക്കളെല്ലാം വാടിത്തുടങ്ങും. അതായത് ചൂടിൻ്റെ ശക്തിക്കൊപ്പമാണ് പൂക്കളുടെ ഭംഗി വർദ്ധിക്കുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പരിസ്ഥിതിക്ക് യോജിച്ചതല്ല മുള്ളൻപയർ എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. ഇൻവേസീവ് സ്പീഷീസ് ആണ്. നമ്മുടെ നാട്ടിലേക്ക് എത്തി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ തനത് സസ്യങ്ങളെ ഒക്കെ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സുകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ നമ്മുടെ ഏരിയയിൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാമറമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്.